പെർമനന്റ് ഫാമിലി പ്ലാനിംഗ് മെത്തേഡ് എന്ന രീതിയിൽ ലാപ്രോസ്കോപ്പിക് സ്റ്റെറിലൈസേഷനെ കുറിച്ച് ആലോചിക്കുന്ന ഒരു കപ്പിളാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞു തരാം. ആദ്യമായിട്ട് ലാപ്രോസ്കോപ്പിക് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുമ്പോൾ ഫിസിക്കലി ഫലോപ്പിയൻ ട്യൂബ്സിനെ സിലിക്കൺ റിങ്സ് ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്യുന്ന ഒരു പ്രൊസീജിയറിനെയാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അണ്ഡാശയത്തിൽ നിന്ന് വരുന്ന അണ്ടവും പുരുഷനിൽ നിന്ന് വരുന്ന ബീജത്തിൻ്റെ ഫ്യൂഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നു. ആ വഴി ഫാമിലി പ്ലാനിങ്ങിൻ്റെ ഒരു പ്രോസസ്സ് നടത്തുന്നു. 2, ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇത് ഒരു സിംഗിൾ ഡേ കെയർ പ്രൊസീജിയറിലാണ് ചെയ്യുന്നത്. രാവിലെ വന്ന് അഡ്മിറ്റ് ചെയ്ത് വിത്തിൻ ഒരു ഹാഫ് ആൻ അവർ ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്താൽ ഒബ്സർവേഷൻ എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം തന്നെ ആൾക്ക് വീട്ടിൽ പോകാം. ഒരുവിധം ആൾക്കാരെല്ലാവരും അടുത്ത ദിവസം തന്നെ നോർമൽ ലൈഫിലേക്ക് തിരികെ വരും. 3, ഇതിൻ്റെ ഫെയിലിയറിൻ്റെ ചാൻസസ് ഉണ്ടോ? ഏതൊരു ഫാമിലി പ്ലാനിങ് മെത്തേഡിനെ പോലെയും ഇതിലും ചെറിയൊരു ശതമാനം ഫെയിലിയറിന് പോസിബിലിറ്റി ഉണ്ട്. അത് വളരെ ചെറുതാണ്, ലെസ് ദാൻ 0.5% വരുള്ളൂ. 4, ഇതിനെ ഭാവിയിൽ എപ്പോഴെങ്കിലും മനസ്സ് മാറിക്കഴിഞ്ഞാൽ റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. ഒരു വെറും സിലിക്കൺ റിങ്ങിലൂടെ ഫിസിക്കൽ ഒബ്സ്ട്രക്ഷൻ മാത്രം ചെയ്യുന്നത് കൊണ്ട് ട്യൂബിന് ഒരുപാട് ഡാമേജ് വരുന്നില്ല ഇതിൽ. അപ്പോൾ ഡാമേജ് സെഗ്മെൻറ്റ് മാറ്റിയിട്ട് ഇതിനെ ട്യൂബൽ റീകാനലൈസേഷനിലൂടെ റിവേഴ്സ് ചെയ്യാം. പക്ഷേ ട്യൂബൽ റീകാനലൈസേഷൻ പ്രൊസീജിയറിൻ്റെ ഒരു സക്സസ് റേറ്റ് എന്ന് പറയുന്നത് 40 to 80% ചാൻസസ് ഓഫ് പ്രഗ്നൻസിയാണ്. 5, ഇത് ചെയ്യുന്നതിലൂടെ വേറെ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് എക്സ്പെക്ട് ചെയ്യേണ്ടതുണ്ടോ? അതായത് മെൻസ്ട്രൽ സൈക്കിളിൽ വരുന്ന വേരിയേഷനോ വെയിറ്റ് ഗെയിനോ അങ്ങനെ യാതൊരുവിധ സൈഡ് എഫക്ട്സും ഈ പ്രൊസീജിയറിനില്ല. നമ്മൾ സിമ്പിളായിട്ടൊരു ഫിസിക്കൽ ഒബ്സ്ട്രക്ഷൻ ഇൻഡ്യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ യൂട്രസിനോ അണ്ഡാശയത്തിനോ ഒരു തരത്തിലും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഫാമിലി പ്ലാനിംഗ് മെത്തേഡിനെ കുറിച്ച്, അതും പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ലാപ്രോസ്കോപ്പിക് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്.